സ്ഥാനമാനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഈ പാർട്ടിയുടെ ഭാഗമായി പാർട്ടി നേതാക്കൾ പറയുന്ന ഏത് പ്ലാറ്റ്ഫോമാണോ അവിടെ നിന്ന് എന്നാൽ കഴിയുന്ന കഴിവുകൾ ഈ പാർട്ടിക്ക് വേണ്ടി ഇനിയുള്ള ദിവസങ്ങളിലുണ്ടാകും. CPM-ന്റെ വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിയാസ് പാർട്ടി വിട്ട് ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നു. അത് ഒരു മധുര പ്രതികാരമെന്നാണ് ഇപ്പോൾ DCC അവകാശപ്പെടുന്നത്. മുൻ DCC പ്രസിഡന്റ് പാലോട് രവി മീഡിയയോടൊപ്പം ചേരുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഒരു മധുര പ്രതികാരമാവുന്നത്? പെരിങ്ങമല പഞ്ചായത്ത് ഈ ജനാധിപത്യത്തിനും മതേതരത്വത്തിൻ്റെയും കുടപിടിക്കുന്ന പഞ്ചായത്താണ്. ഇബ്രാഹിം പിള്ള എന്ന് പറയുന്നൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആ നാട്ടിൽ ജീവിച്ചിരുന്നു. ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ആ പാരമ്പര്യത്തിൻ്റെ കീഴിൽ ഈ ദേശീയതയെയും ഇന്ത്യയുടെ ആശയത്തെയും മഹാത്മാഗാന്ധിയെയും ഒക്കെ പഠിച്ചു വന്നവരാണ്. അവിടെ ചതി ആ നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കത്തില്ല. യഥാർത്ഥത്തിൽ അവിടെ നടന്നത് ആ കോൺഗ്രസ്സിന് ഭൂരിപക്ഷമുള്ള ജനാധിപത്യ ഭൂരിപക്ഷമുള്ള ഒരു പഞ്ചായത്തിൽ അട്ടിമറിക്കുകയായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി. 2-3 പേരെ വിലക്കെടുത്ത് ഉടന്ന് കൊണ്ടുപോവുകയായിരുന്നു. ഇതിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് തന്നെ ശക്തമായ അമർഷമുണ്ട് ആ നടപടിയെ സംബന്ധിച്ച്. അവിടെയുള്ള CPM-നകത്തും ജനാധിപത്യ ബോധമുള്ള മതേതര ബോധമുള്ള ആളുകളുടെ ഇടയിലുണ്ടായ ഏറ്റവും വലിയ ശക്തമായ പ്രതിഷേധം അവിടെ ആ പഞ്ചായത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസത്തിന് മുമ്പ് ബ്രാഞ്ച് സെക്രട്ടറി ഞങ്ങളോടൊപ്പം പോകും. ഇപ്പോൾ ഇതാ റിയാസ് വന്നു എന്ന് പറയുന്നത് ആ പഞ്ചായത്തിലൊട്ടാകെ റിയാസിൻ്റെ ഈ വരവെന്ന് പറയുന്നത് വളരെയേറെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏതെങ്കിലും സംഘടനാപരമായി ചോർച്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ, സംഘടനാപരമായി ഏതെങ്കിലും കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കത്തക്ക തരത്തിലുള്ള ഒരു പിന്തുണ ശ്രീ റിയാസിൻ്റെ വരവോടുകൂടി ഉണ്ടാകും. അദ്ദേഹത്തെ UDF ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്തായിരുന്നു പെരിങ്ങമല പഞ്ചായത്ത്. പ്രസിഡന്റ് അടക്കമാണ് അന്ന് മറുകണ്ഠം ചാടിപ്പോവുകയും പിന്നീട് അവിടെ നിന്ന് മത്സരിച്ച് ജയിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ആ ഒരു ജയം അത് CPM-ന് വലിയ ഗുണം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിയാസ് വരുമ്പോൾ പാർട്ടിക്ക് എന്താണ് കോൺഗ്രസിന് ഗുണം ഉണ്ടാവുന്നത്? അതാണ് പറഞ്ഞത്, ആ മേഖലയിൽ ഈ വരുന്നവരെ മുഴുവനും വിജയിപ്പിച്ചുകൊണ്ടിരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്ന് പറയുന്നത് ശ്രീ റിയാസിൻ്റെ പ്രവർത്തനമായിരുന്നു. ഉദാഹരണം ഞാൻ ആ ഏരിയ വെച്ച് പറയുന്നില്ല, എന്നാലും മടത്തറ മുതൽ നമ്മൾ ഏതാണ്ട് ഇലവുപാലം വരെ എടുത്താൽ അവിടെ ഓരോ സ്ഥാനാർത്ഥി ജയിക്കുന്നതിൻ്റെയും പിന്നിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അതിൻ്റെ ശക്തമായ മുന്നൊരുക്കങ്ങൾ അടിത്തറ ഒരുക്കിയത് റിയാസാണ്. ആ റിയാസിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് റിയാസ് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ആരുടെ അടിത്തറ ഇളകുന്നു, ഏത് അടിത്തറ ഭദ്രമാകുന്നു, ശക്തമാകുന്നു എന്ന് ഇപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു മുന്നണി പടയാളിയായി നിന്നുകൊണ്ട് ആ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പുകൾക്ക് ശ്രീ റിയാസ് നേതൃത്വം നൽകും. അന്ന് CPM എടുത്ത നയം തെറ്റായിരുന്നു. CPM എടുത്ത നയത്തിൽ തെറ്റ് പറ്റിയതായിട്ട് ഇപ്പോൾ അവിടുത്തെ പാർട്ടിയുടെ അനുഭാവികൾ തന്നെ രഹസ്യമായി പറയുന്ന തരത്തിലേക്ക് സംഘടനാ സംവിധാനം വളരെ മോശമായി വന്നിട്ടുണ്ട്. അപ്പോൾ റിയാസ് ഇപ്പോൾ CPM വിട്ടാണ് കോൺഗ്രസിലേക്ക് വരുന്നത്. എന്തെങ്കിലും സ്ഥാനമോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, സ്ഥാനമാനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഈ പാർട്ടിയുടെ ഭാഗമായി പാർട്ടി നേതാക്കൾ പറയുന്ന ഏത് പ്ലാറ്റ്ഫോമാണോ അവിടെ നിന്ന് എന്നാൽ കഴിയുന്ന കഴിവുകൾ ഈ പാർട്ടിക്ക് വേണ്ടി ഇനിയുള്ള ദിവസങ്ങളിലുണ്ടാകും. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറ പേഴ്സൺ കണ്ണൻ തിരുമലയ്ക്കൊപ്പം RB സനു, മീഡിയ 1.